വെൽക്കം ബാക്ക് ടു ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. 10:45 ഷോ സ്ക്രീൻ മണ്ണിൽ ഓടും കുതിര ചാടും കുതിര. അപ്പോൾ ഇന്നലെ ഞാൻ 2 സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ 2 സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് രണ്ടും തൂക്കാനൊക്കെ ചാൻസ് വന്നു. എന്നാലും ഇന്ന് ഫഹദിൻ്റെ പടം ഒന്ന് നല്ലതായിരിക്കും എന്ന് എന്താ എൻ്റെ ഒരു ഉള്ളിലൊരു ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ ഈ സിനിമ കയറി പോയി കണ്ടത്. ഒരു ഓണത്തിന് ഇറങ്ങിയ മൂന്ന് സിനിമകൾ വളരെ എൻ്റർടൈനർ പടങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ ലാഗടിപ്പിക്കേണ്ട സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം പറയാം. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് പടം ഒരു കുഴപ്പം തോന്നിയില്ല, എന്നാലൊരു മിഡ് ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചിലത് എനിക്ക് ഓക്കെ ആയി, ചിലത് എനിക്ക് അത്ര ഓക്കെ ആയില്ല. അത് പറയാനാണെങ്കിൽ ഇതിൽ പോസിറ്റീവ്സായിട്ട് എനിക്കെടുത്ത് പറയാനാണെങ്കിൽ ഇതിൽ ഫഹദ് ഫാസിലാണെങ്കിലും കല്യാണി ആണെങ്കിലും ലാൽ സാറാണെങ്കിലും വിനയ് ഫോർട്ടാണെങ്കിലും പിന്നെ പുതിയൊരു ആക്ട്രസ്സായിട്ട് വന്നില്ലേ രേവതി, അവരുടെ പെർഫോമൻസാണ്. എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മേക്കിങ്ങും എടുക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ ടെക്നിക് സൈഡും മികച്ചതാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ സിനിമ അവതരിപ്പിച്ച രീതി, സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കത് അത്ര വലിയ കുമ്മില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിചാരിച്ചത്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ സിനിമ അങ്ങനെ ആവുമെന്ന് വിചാരിച്ച് എന്തായാലും പിന്നെ പോയി കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറി കണ്ടതാണ്. ഇൻ്റർവെൽ വരെ, അതായത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് എടുത്ത് വെച്ചൊരു ഫസ്റ്റ് ഹാഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല കോമഡീസ് ഉണ്ട്, പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ കോമഡിക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ എല്ലാം ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് അത്യാവശ്യം നന്നായിട്ട് വർക്കായി. ഈ പടത്തിൽ എനിക്ക് ഏറ്റവും പെർഫോമൻസ് ആയിട്ട് തോന്നിയത് ലാൽ സാറിൻ്റെ തന്നെ. പുള്ളിയാണ് മെയിനായിട്ട് ഈ സിനിമ കോമഡി എലമെൻസൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയത്. ഇൻ്റർവെൽ വരെ പടം അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊണ്ടുപോയി. അത്യാവശ്യം നല്ല ഒരു സിനിമ, ഒരു ഗുഡ് രീതിയിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് വളരെ താഴേക്ക് പോയി. അതായത് ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ രണ്ടാം പകുതി അല്പം താഴേക്ക് പോയതല്ലേ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവസാനം എത്തുമ്പോഴേക്കും എന്തോ കുറച്ചൊക്കെ ഒരു ഓവർ സ്ട്രെച്ചായിട്ട്, അതായത് കൂടുതൽ 2.5 മണിക്കൂർ ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഈ സിനിമ എൻഡിങ് മോഷൻ എത്തുമ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമ, അതിലെടുത്ത ഡയറക്ടർ ആയതുകൊണ്ട് പുള്ളി അത്യാവശ്യം നല്ല നീറ്റ് പടങ്ങളൊക്കെ എടുക്കുന്നൊരു ഡയറക്ടറാണെന്ന് എനിക്കറിയാം. പുള്ളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. 2017 ഓണത്തിന് ഇതുപോലെ റിലീസായതാണ്. അന്ന് ആ പടം അത്യാവശ്യം നല്ലോണം ഓടി, തിയേറ്ററിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആ സിനിമ നല്ല ഇഷ്ടപ്പെട്ടതാണ്. അത് നല്ലൊരു കണ്ടൻറ് ഉണ്ട്, നല്ലൊരു തീം ഉണ്ടായിരുന്നു പടത്തിന്. പക്ഷേ ഈ പടത്തിന് അങ്ങനെ കാര്യമായിട്ട് തീമുമില്ല. ഇത് ഓണത്തിന് വേണ്ടിയിട്ട് അവർ സുരിക്കൂട്ടി വെച്ചൊരു എൻ്റർടൈനർ, ജസ്റ്റ് ഒരു സാധാ എൻ്റർടൈനർ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. അതായത് അത് അവർ ഒരു 60% അത് വർക്കൗട്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ പകുതി നല്ലതാണ്, പക്ഷെ രണ്ടാം പകുതി അത്ര നന്നായിട്ടില്ല. ഓവറോൾ ഒരു ആവറേജ് ഫീലായിട്ടാണ് എനിക്ക് രണ്ടാം പകുതി തോന്നിയത്. മൊത്തത്തിൽ സിനിമ എനിക്കൊരു 1 ടൈം വാച്ചബിൾ, തീരെ മോശം പടമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒട്ടും ഗംഭീര പടമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു പടം, അത്യാവശ്യം ഒരു ഓക്കെ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു മിക്സഡ് ഫീലായിട്ട് തോന്നിയത്. ചിലവർക്ക് ഈ പടം ഇഷ്ടപ്പെടാം, ചിലവർക്ക് പടം ഇഷ്ടപ്പെടില്ല. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഈ പടത്തിൽ നെഗറ്റീവായിട്ട് വലിച്ചു നിർത്തിയ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയ രീതി. അതായത് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല നീറ്റിൽ സ്ക്രീൻ പ്ലേ അവതരിപ്പിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫ് എവിടുന്നോ അത് കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇന്നലെ കണ്ട 2 സിനിമയുടെ വീഡിയോ പിന്നെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഓവറോൾ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ എനിക്കൊരു 1 ടൈം വാച്ചബിൾ എൻ്റർടൈനറായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/3. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു
ഇനിയൊരു വീഡിയോയ്ക്ക് വരാം. അതായിരിക്കും.